പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? യേശു ഒരു സ്ഥലത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ആ പ്രാർത്ഥന കഴിഞ്ഞ ശേഷമാണ് എഴുന്നേറ്റത്. തീർന്ന ശേഷം താൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രാർത്ഥന തീർന്ന ശേഷം ശിഷ്യന്മാരിൽ ഒരുത്തൻ യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് പറയുകയാണ്, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. അതുകൊണ്ട് ഇന്ന് മുതൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്ന മറ്റൊരു ദൂതാണ്, നമ്മൾ പ്രാർത്ഥനയിൽ നമ്മുടെ ആത്മീയ വിഷയങ്ങൾ പകുതി വെച്ച് ഇട്ടിട്ട് പോകരുത്. പകുതിയിൽ ഇട്ടിട്ട് പോകരുത്. ദൈവം നമ്മളെ ഏൽപ്പിച്ച ദൗത്യം, ദൈവം നമ്മളെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചതാണെങ്കിൽ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചത് എന്ത് ദൗത്യമാണോ ദൈവം നമ്മളെ ഫലമേൽപ്പിച്ചത്, ദൈവം നമ്മളെ ഫലമേൽപ്പിച്ച ആത്മീയ വിഷയങ്ങൾ നമ്മൾ പകുതി വെച്ച് ഇട്ടിട്ട് പോകരുത്. അതിനെ പൂർത്തീകരിക്കണം. നമ്മളത് പൂർത്തീകരിക്കാൻ തയ്യാറായാൽ അനേകരെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അനേകർ അതിലേക്ക് സ്വാധീനിക്കപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് ദൂത് പറയുകയാണ്. നമുക്ക്